ഇനി ഇതിനകത്ത് തന്നെ ഇപ്പൊ നമ്മൾ ആക്സിലറേഷന്റെ എഫക്റ്റ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എഫക്റ്റ്. ഫ്രിക്ഷൻ എഫക്റ്റ് എങ്ങനെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മേജറായിട്ട് വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഡാഴ്സി വിഷ്ബാക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിനകത്ത് നമ്മൾ പഠിച്ച ഡാഴ്സി വിഷ്ബാക്ക് ഇക്വേഷൻ HF = 4FLV²/2GD. 4FLV²/2GD ഒന്നുമില്ല, നമ്മളുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതിനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തോ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? A/A ωr sin ωt എന്നുള്ള ഒരു ഇക്വേഷൻ, sin ωt എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ. നമ്മുടെ ഡെലിവറി പൈപ്പിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചില്ലേ? പൈപ്പിന്റെ വെലോസിറ്റി എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് പൈപ്പിന്റെ വെലോസിറ്റി = R ω sin ωt അല്ലെങ്കിൽ sin θ അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? V = R ω sin ωt അല്ലെങ്കിൽ ωt വരെ കൊടുക്കാം θ എന്ന് കൊടുക്കാം അല്ലേ? R ω sin θ, R ω sin θ ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R ω sin θ അല്ലേ? വെലോസിറ്റിയുടെ വാല്യൂ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചത്? സോറി, അത് പൈപ്പിന്റെ ആണ് കണ്ടുപിടിച്ചത്. നമ്മൾ പിസ്റ്റന്റെ ആണ് വേണ്ടത്. എന്താണ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്? A/A R ω sin ω. സോറി, A/A ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A/A R ω sin ωt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നുമില്ല, HF = ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ഹെഡ് 4FL A/A R ω sin θ (2GD). ഇത്രയേ ഉള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്ഷൻ പൈപ്പ് ആണെങ്കിൽ എന്ത് വരും? HFS = ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന 4FLS A/AS R ω sin θ (2G × D). എന്തിന്റെ D? ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് DS. അതേപോലെ തന്നെ ഇത് സക്ഷന്റെ കേസാണ്. ഡെലിവറി വരുമ്പോൾ എന്ത് വരും? HFD = 4FLD A/AD R ω sin θ (2GDD) അല്ലേ? ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഇതിനകത്ത് നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ആണ്. θ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബിഗിനിങ്ങിൽ. അതുപോലെ തന്നെ θ 90 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, θ 180 ഡിഗ്രി ചെയ്യുക. നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രം എങ്ങനെയാണ് വരച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? റെക്ടാംഗുലർ ഷേപ്പാണ്. ബേസിക് നമ്മുടെ റെക്ടാംഗുലർ ഷേപ്പായിട്ടാണ് വരുന്നത്. അത് തന്നെ കൊടുക്കുക. പ്രഷർ, സ്ട്രോക്ക് ലെങ്ത്, ഇത് A, ഇത് B, C, D. ഓക്കെ, അറ്റ് ദ ബിഗിനിങ് സക്ഷൻ, ഇവിടെ സക്ഷൻ സ്ട്രോക്ക് അല്ലേ വരുന്നത്? സക്ഷൻ സ്ട്രോക്ക് അറ്റ് ദ ബിഗിനിങ്ങിൽ കോസ് തീറ്റയുടെ വാല്യൂ ഞാൻ 0 കൊടുക്കുന്നു. കോസ് 0 എന്ന് വെച്ചാൽ സൈനിന്റെ തീറ്റയുടെ വാല്യൂ 0 കൊടുക്കുകയാണ്. സൈൻ 0 എന്ന് വെച്ചാൽ എന്താണ്? 0 വാല്യൂ ആണ്. അപ്പോൾ ബിഗിനിങ്ങിൽ നമുക്ക് HFന്റെ വാല്യൂ ഇല്ല. ഇത് ഇവിടെ നിന്നുള്ളത് HD HS. ബിഗിനിങ്ങിൽ നമുക്ക് HFSന്റെ വാല്യൂ ഇല്ല. സക്ഷൻ സ്ട്രോക്കിൽ ഫ്രിക്ഷൻ മൂലം ഇനീഷ്യൽ കണ്ടീഷനിൽ വാല്യൂ ഇല്ല. അപ്പോൾ θ 0 ആവുമ്പോൾ നമ്മുടെ HFS വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 വരും. മനസ്സിലായല്ലോ? ഇനി θ = 90 ഡിഗ്രി വരുമ്പോൾ HFS വാല്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ, അതായത് സൈൻ 90 എന്ന് വെച്ചാൽ എന്താണ്? ഒരു 1 വാല്യൂ ആണ്. അപ്പോൾ അത് മാക്സിമം കിട്ടുന്ന ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ കൊടുത്തു മാക്സിമം വാല്യൂ. ഇനി θ = 180 ഡിഗ്രി കൊടുക്കുകയാണ്. അപ്പോൾ HFS വാല്യൂ എന്ന് പറയുന്നത് വരും? 0 വരും. നമ്മളുടെ ഈ B തന്നെ വരും. അപ്പോൾ നോക്കി നമ്മളുടെ ഡയഗ്രം എങ്ങനെ വരുന്നു? ഒരു കർവ്ഡ് ഷേപ്പിൽ വരുന്നു അല്ലേ? ഒരു പാരാബോളിക് ഷേപ്പിൽ വരുന്നു. ഇതേപോലെ തന്നെ ഇവിടെ ബിഗിനിങ്ങിൽ θ = എന്താണ്? ഡെലിവറി സ്ട്രോക്കിൽ θ = 0 ഡിഗ്രി. HFD = എന്ത് വരും? 0. സിയിൽ തന്നെ വന്നു. അടുത്ത് θ = 90 ഡിഗ്രി. HFD = എന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ ഒന്നും നമുക്ക് മിഡിൽ കൊടുത്തു. ദെൻ θ = 180 ഡിഗ്രി. അപ്പം സൈൻ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? HFD = എന്താണ്? 0 ആണ്. ഇതും ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ എന്താണ്? ഒരു കർവ്ഡ് ഷേപ്പ് വന്നു അല്ലേ? അപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടിയത് എന്താണ്? HFD. ഇത് HFSും കിട്ടി, HFDയും കിട്ടി അല്ലേ? അപ്പം ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് A പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വിത്ത് എഫക്ട് ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഫ്രിക്ഷനും ആക്സിലറേഷനും ഒരുമിച്ച് എഫക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എങ്ങനെ വരും? നോർമലി വയ്ക്കുന്നത് പ്രഷർ, സ്ട്രോക്ക് ലെങ്ത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഒരു HATM വരയ്ക്കുക. ദെൻ നമ്മളുടെ ഒരു നോർമൽ ബേസ്, നമ്മളുടെ ബേസ് എന്താണ്? ഒരു റെക്ടാംഗുലർ ഷേപ്പാണ്. ആ റെക്ടാംഗുലർ ഷേപ്പ് നമ്മളൊരു ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കുക. ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഞാൻ പറഞ്ഞു, ആക്സിലറേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ലൈൻ താഴോട്ട് വരുന്നു, 1 പോയിന്റ് ഇവിടെ വരുന്നു, ഞാൻ കണക്ട് ചെയ്ത് വരച്ചു. ഇനി ഇത് മേലോട്ട് പോയി
ഇവിടെയും വരുന്നു, മിഡിൽ പോയിന്റ് ഈ പോയിന്റിൽ വരുന്നു, ഇത് കണക്ട് ചെയ്ത് വരച്ചു. ഇപ്പൊ നമ്മുടെ എന്ത് വേണം, ആക്സിലറേഷൻ മൂലം ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് കിട്ടി. ഇവിടുന്ന് ഇവിടം വരെ എന്താണ്, HS ആയിരുന്നു. ഇവിടുന്ന് ഇവിടം വരെ എന്താണ്, HD ആയിരുന്നു. ഇത് ഏതാണ്ട് ഇതിവിടെ വരുമ്പോൾ എന്ത് വരുന്നു, HS, ഇത് HAS, ഇതെന്ത് വരും, HAD വരും അല്ലേ. ഇനി ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, നമ്മളുടെ ഫ്രിക്ഷനോട് വരുന്നുണ്ട്. ഫ്രിക്ഷൻ വരുമ്പോൾ ഈ പോയിന്റ് എന്താണ്, 0 ആണ്. ഇവിടെ മിഡിൽ പോയിന്റ് വരുന്നുണ്ട്, ഇവിടെ വരുന്നു. ഇപ്പൊ ഇതിങ്ങനെ വരും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ത് വരും, ഈ ഡിസ്റ്റൻസ് എന്താണ്, HFS വരും. ഇവിടെ ഇങ്ങനെ തന്നെ വരും, കർവ്ഡ് ഷേപ്പിൽ വരും. ഈ നടുക്കത്തെ പോയിന്റിൽ എന്ത് വരുന്നത്, നമ്മളുടെ മാക്സിമം പോയിന്റ് വരും, എന്താണ്, HFS. ഓക്കെ, ഇതാണ് കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് എഫക്റ്റും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കമ്പൈൻഡ് എഫക്റ്റും. അപ്പം HAD, HFD ആണ്. HFD ഇവിടെ 0 പോയിന്റിലാണ് വരുന്നത്. അപ്പൊ ഇതൊരു കമ്പൈൻഡ് എഫക്റ്റിൽ നമുക്ക് പ്രോബ്ലം ചോദിക്കും. അപ്പൊ ഇതാണ് നമുക്ക് ബേസിക്കലി വേണ്ട നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, PVC ചോദിച്ച് നോക്കിയാൽ മതി. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തതാണ്. അപ്പം ഈ കാര്യങ്ങൾ നല്ല രീതിയിലൊന്ന് നോക്കുക. ഫ്രിക്ഷൻ വരുമ്പോൾ ഡാർസി ഫിഷ്ബാക്ക് ഇക്വേഷൻ മാത്രം നോക്കുക. ദെൻ ആക്സിലറേഷൻ വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ആദ്യമേ വെലോസിറ്റി കണ്ടുപിടിക്കുക, നമ്മളുടെ പൈപ്പിന്റെയും അതുപോലെ തന്നെ സിലിണ്ടറിന്റെ അല്ലെങ്കിൽ ആദ്യമേ പിസ്റ്റന്റെ വെച്ചുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, പിസ്റ്റന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചു, പിസ്റ്റന്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ഇനി പിസ്റ്റനെ ബേസ് ചെയ്ത് പൈപ്പിനകത്തുണ്ടെന്ന എഫക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൊടുത്തു. കണ്ടിന്യൂറ്റി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, വെലോസിറ്റി ഓഫ് ദ പൈപ്പ് കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ ഓഫ് ദ പൈപ്പ് കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ ഫ്രിക്ഷൻ മൂലം അല്ലെങ്കിൽ ആക്സിലറേഷൻ മൂലം നമ്മുടെ പൈപ്പിലുണ്ടാകുന്ന വേരിയേഷൻസ് കിട്ടണമെങ്കിൽ നമുക്ക് പ്രഷർ ഹെഡിലാണ് കിട്ടേണ്ടത്. പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പ്രഷറിന്റെ ബേസിക് ഇക്വേഷൻ P = ρgh, അതിനകത്ത് നിന്ന് H = P/ρg എന്ന് കണ്ടുപിടിച്ചു. പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് വെച്ചാൽ മാസിന്റെ ആക്സലറേഷൻ ബൈ ഏരിയ ആണ്, എന്തിന്റെ, പൈപ്പിന്റെ. അപ്പോൾ മാസ് കണ്ടുപിടിച്ചു. മാസിനെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, മാസ് ബൈ വോളിയം ഇൻറ്റു വോളിയം അല്ലേ. വോളിയം ക്യാൻസൽ ചെയ്യുന്ന മാസ് തന്നെയല്ലേ വരുന്നത്. മാസ് ബൈ വോളിയം എന്ന് വെച്ചാൽ ഡെൻസിറ്റി ആണ്. വോളിയം എന്ന് വെച്ചാൽ എന്താണ്, സിലിണ്ടറിന്റെ കേസ് എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ആണ്, A/L. അല്ലെങ്കിൽ പൈപ്പിന്റെ കേസ് വരുമ്പോൾ ഏരിയ ഇൻറ്റു പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയാം. അപ്പൊ നമുക്ക് മാസ് കിട്ടി. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ബൈ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രഷർ കിട്ടി. ഇനി പ്രഷർ ഹെഡ് കണ്ടുപിടിക്കുന്നതിന് ഞാൻ പറഞ്ഞു, ആക്സിലറേഷൻ മൂലം ഉണ്ടാകുന്ന പ്രഷർ ഹെഡ് H എന്താണ്, P/ρg ആണ് അല്ലേ. H P/ρg ആണ്. P യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ρg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ആക്സിലറേഷൻ മൂലം ഉണ്ടാകുന്ന ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, L/G A/A R⍵² sin cos ωt അല്ലെങ്കിൽ cos θ എന്ന് പറഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആക്സിലറേഷന്റെ സക്ഷന്റെയും ഡെലിവറി പൈപ്പിന്റെയും കണ്ടീഷൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻഡിക്കേറ്റർ ഡയഗ്രം റെപ്രസെന്റ് ചെയ്ത് വരച്ചു. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്യാം. താങ്ക്